കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം വെളുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഓയിലും ചേർത്തിട്ട് ഇനി ഇത് നമുക്ക് കൈവച്ച് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് ചപ്പാത്തി കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ഞാൻ നല്ലപോലെ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അത് 15 മിനിറ്റിന് ശേഷം നമുക്കിതെടുക്കാം. ഇനി നമുക്ക് 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാനെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചത്, കുറച്ച് ഇഞ്ചി കൂടെ ചെറുതായി മുറിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ചാറ്റ് മസാലയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണോളം കപ്പലണ്ടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് കൈവച്ച് തന്നെ നല്ലപോലെ ഇനി കുഴച്ചെടുക്കാം. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് ഇതുപോലെ ഒന്ന് എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇത് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം മൈദ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുറച്ച് ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര ലൂസ് വേണം. ഇതിൻ്റെ കട്ടയൊന്നും കട്ടരുത്. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് എടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂക്കി കൊടുത്തിട്ട് ഒട്ടിപ്പോകുന്നതിന് കുറച്ച് പൊടി തൂക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്ര കട്ടിയിൽ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലിങ്ങനെ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മൈദ മാവിലേക്ക് ഒന്ന് നമ്മൾ കൈകൊണ്ട് ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് ഒന്ന് ഇവിടെ തടവി കൊടുക്കാം. അത് ഓട്സ് ഇതിൻ്റെ മുകളിൽ ഒട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓട്സിലേക്ക് ഇതൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തിട്ട് വരാം. ഇതെല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടാവണം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ നമുക്ക് ആയി കിട്ടേണ്ടതുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇത് ചെയ്തതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.